അവസ്ഥ എന്താണ്? സേതു വലിയ ആവേശത്തിലാണ്. അർജന്റീനയുടെ കടുത്ത ആരാധകർ എല്ലാവരും തന്നെ ഇന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ആവേശക്കടൽ, പ്രത്യേകിച്ചും ലോക ചാമ്പ്യന്മാരായ അർജന്റീന ആദ്യമായി ഇറങ്ങുന്ന ഒരു മത്സരം കൂടിയെന്ന പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളും ഇങ്ങോട്ടേക്ക് അവരുടെ മത്സരം കാണാൻ വേണ്ടി എത്തിയിട്ടുമുണ്ട്. ആദ്യ 7 മിനിറ്റിൽ അർജന്റീനയുടെ വല ഒന്ന് കുലുങ്ങിയപ്പോൾ ഇവിടെ വലിയ നിരാശയായിരുന്നു. ആദ്യം ഒരു ഗോള് വീണു, പിന്നെ അത് ഓഫ് സൈഡാണെന്ന് അറിഞ്ഞു. എന്തായിരുന്നു അത്? ഓഫ് സൈഡായി പോയി. കുഴപ്പമില്ല, നമുക്ക് കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. അടിക്കും, എന്തായാലും അടിക്കും. നമ്മുടെ മുഖ്യമന്ത്രി തന്നെ അടിക്കും. ഒരു ഗോള് എന്തായാലും ഉറപ്പായിട്ട് അടിക്കും. ഇത്തവണ കപ്പ് കൊണ്ടു ഷുവറല്ലേ? രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും കൊണ്ടുപോകും, ഉറപ്പാണ്. എന്തുണ്ട് അർജന്റീന കപ്പ് കൊണ്ടു? പോർച്ചുഗൽ അത് തന്നെയാണ്. അർജന്റീന തോക്കുന്നത് കാണാൻ വേണ്ടി വന്നു നിൽക്കണോ? അത് തന്നെയാണ് സേതു. അർജന്റീന ആരാധകരെ പോലെ തന്നെ അവരുടെ ഹേറ്റേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് മത്സരം? എങ്ങനെയുണ്ട് മത്സരം? ഞങ്ങൾ ജയിക്കും, എന്തായാലും ചെയ്യും. എന്തായാലും ചെയ്യും. ഞങ്ങൾ എന്തായാലും ചെയ്യും. ഒരു പുറകോട്ട് പോക്ക് ഉണ്ടാവില്ല. ഇല്ല, ഒന്നുമില്ല, ഞങ്ങൾ എന്തായാലും ചെയ്യും. അത് തന്നെയാണ് സേതു. വലിയ ആവേശത്തിലാണ് അർജന്റീന ആരാധകരെല്ലാം ടീമുണ്ടോ കളി കാണുന്നതിന് വേണ്ടിയും. അപ്പൊ തന്നെ അതേപോലെ തന്നെ അർജന്റീന, പിന്നെ ഞാൻ കടുത്ത അർജന്റീന ഫാനാണ്. പ്രത്യേകിച്ചും ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ടയും ഏരിയൽ ഒട്ടേഗയും എല്ലാം ആ കാലഘട്ടം മുതൽ കളി കാണാൻ തുടങ്ങിയതല്ലേ സേതു? മനസ്സിന്ന് പോകുമോ? അർജന്റീന തന്നെ ഇത്തവണ കപ്പ് കൊണ്ടോ? പക്ഷെ അത് ഇവിടെ അല്ലല്ല, അങ്ങനെ പറയണ്ടത് ട്രോളാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഗോളടിച്ച സന്തോഷം കൂടിയാണ് നമ്മൾ ഈ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. സഹിന ഗോളടിച്ച സന്തോഷം കാണുമ്പോൾ ഇടയ്ക്ക് ചെഗുവേരയുടെ കൊടിയും കാണുന്നുണ്ട് കേട്ടോ. ഫണ്ണ് തന്നെ. സേതു പൊളിച്ച് തകർന്നതാ കാണ്. മെസ്സി ഗോളടിക്കുന്ന കാണ്. ആദ്യ മത്സരത്തിലെ കൃത്യം 14ാമത്തെ മിനിറ്റ് ഞങ്ങളുടെ മെസ്സി ഗോളടിച്ചു. സേതു കാണ്. അർജന്റീന വീണ്ടും ഇത്തവണത്തെ കപ്പും അർജന്റീന തന്നെ ഇരിക്കുമെന്നുള്ളതിന് അതില് സംശയമുണ്ട് സഹിനാണ്ടി, അതില് സംശയമുണ്ട്. കപ്പ് നേടിയിരിക്കുന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട്. പിന്നെ ഗോൾ അടിച്ചതൊരു സന്തോഷമുണ്ട്. നമുക്കൊന്ന് മലപ്പുറത്തേക്ക് ഇങ്ങോട്ട് പോയിട്ട് വരാം. കാരണം വടക്കൻ കേരളത്തിന്റെ ഫുട്ബോൾ വൈബ് അതൊന്ന് വേറെ തന്നെയാണ്. നമ്മുടെ ശാന്തകുമാർ വെള്ളാരത്ത് കൂടിയുണ്ട്. ശാന്തകുമാർ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ആദ്യ ഗോളൊക്കെ പിറന്നിട്ടുണ്ട്. എന്താണ് അവിടുത്തെ ആഘോഷ കാഴ്ചകൾ, ആവേശ കാഴ്ചകൾ? സേതു, ആദ്യ ഗോൾ അടിച്ചു കഴിഞ്ഞു അർജന്റീന. പക്ഷേ ഞാനിപ്പോൾ വേങ്ങര എടയാട്ടുപറമ്പാണ്. ഇവിടെ ബിരിയാണി ആണ് തയ്യാറാക്കുന്നത്. മട്ടൺ ബിരിയാണി ഇന്നലെ രാത്രി മുതൽ തന്നെ വലിയ അതിനുവേണ്ടി അവർ തയ്യാറാക്കാൻ പൂർത്തിയാക്കിയതാണ്. ഈ പ്രദേശത്തുള്ളവർക്ക് എല്ലാവർക്കും ബിരിയാണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അർജന്റീനൻ ആരാധകർ തീരുമാനിച്ചിരിക്കുന്നത്. വലിയ ഒരു സംഘം തന്നെ അതിനുവേണ്ടി ഇവിടെ തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കൂടെ ഈ ആരാധകർ തന്നെ ഉണ്ട്. ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം ഇരട്ടി മധുരത്തിലാണ് ഞങ്ങളുടെ മെസ്സി വീണ്ടും ഗോൾ അടിച്ചിരിക്കുന്നു. അർജന്റീന ഒരു ഗോളിന് മുന്നിട്ട് നിന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതിലേറെ സന്തോഷം എന്തുണ്ട്? ഇതാ ഞങ്ങളൊരു മട്ടൺ ബിരിയാണി. ഈ നാട്ടിലെ 300 പേർക്ക് ഞങ്ങൾ മട്ടൺ ബിരിയാണി ഒരുക്കിയിട്ടുണ്ട്. അതിനൊപ്പം ഇപ്പോൾ അർജന്റീന ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അർജന്റീന വിജയിക്കുന്ന ശുഭാപ്തി വിശ്വാസത്തിലുമാണ്. ബിരിയാണിയൊക്കെ തയ്യാറാക്കുമ്പോൾ അർജന്റീന അത്ര ഷുവറാണോ ജയിക്കുന്നത്? ഷുവറിന് തീർച്ചയായിട്ടും ഞങ്ങൾ മുൻ ചാമ്പ്യന്മാരല്ല. ഞങ്ങൾക്ക് എന്തൊരു സമ്മർദ്ദം! മുൻ വേൾഡ് കപ്പ് ഉയർത്തിയ ടീമല്ല. ഞങ്ങൾക്ക് ഒരു സമ്മർദ്ദവുമില്ല. ഞങ്ങൾ മട്ടൺ ബിരിയാണി കഴിച്ച് വളരെ റാത്തായിട്ട് ഈ കളി വീക്ഷിക്കും, ഒരു സംശയവുമില്ല. ഈ കളിയിൽ എത്ര ഗോൾ നേടും? ഈ കളിയിൽ പ്രവചിക്കാൻ പറ്റും. ഫുട്ബോളാണ്, ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. എന്നാലും അർജന്റീന വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷ. പക്ഷെ ആദ്യം തന്നെ ഗോൾ വല കുലുക്കിയത് അർജന്റീനയുടെ ആയിരുന്നു. അത് ഓഫ് സൈഡ് ആയി പോയി. പക്ഷെ മറ്റ് ആരാധകരൊക്കെ അത് കളിയാക്കിക്കൊണ്ട് തന്നെ നിൽക്കുന്നു. അതെ, എതിർ ടീമിന് നമ്മൾ ഒരിക്കലും കുറച്ച് കാണുന്നില്ല. ആഫ്രിക്കയിലെ വരെ കരുത്തുറ്റ ഒരു അൾജീരിയ എന്ന ടീമാണ്. നമുക്ക് എതിരാളികൾ നമുക്ക് ഒരിക്കലും തരം താഴ്ത്താൻ പറ്റില്ല. ഇത് വേൾഡ് കപ്പാണ്, എല്ലാവരും ശക്തരാണ്. എന്നാലും ഒരു മുൻതൂക്കം അർജന്റീനക്ക് ഉണ്ടാവും തന്നെയാണ് ഞാൻ പറയുന്നത്. അതാണ് സേതു. വലിയ തോതിലുള്ള ആവേശത്തിൽ തന്നെയാണ് അർജന്റീന ആരാധകർ. അവരുടെ ഈ ആരാധന ഒരു സാധാരണ കളി കാണൽ മാത്രമല്ല, ആളുകൾക്ക് ഭക്ഷണം കൂടി നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് രാവിലെ തന്നെ മട്ടൺ ബിരിയാണിയാണ് എല്ലാവർക്കും നൽകുന്നത്. സമീപത്തെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ വന്ന് വാങ്ങിക്കുന്നവരുണ്ട്. നമുക്കെല്ലാം ഇവിടെ മട്ടൺ ബിരിയാണി ഇപ്പോൾ റെഡി ആയിട്ട് ഇരിക്കുകയാണ് സേതു. ഓക്കെ, ശരി ശാന്തകുമാർ.